പ്രാണന്റെ ഉടയവനേ, പ്രാണൻ നിൻ കയ്യിലല്ലേ, സന്ദേഹമെന്തിനു സോദരരേ, നീ നിനക്കുള്ളതല്ലല്ലോ. രോഗമേ എന്നുള്ളിലേശുവുണ്ട്, നിൻമുട്ടുമടക്കുവാൻ കൽപ്പിക്കുന്നു. കടഭാരമേ നീ എന്നെ തൊടുകയില്ല, യേശുവിൻ്റെ രക്തം എന്നാശ്രയം. രക്തമെൻ മറവിടമേ, രക്തമെൻ കോട്ടയുമേ, തിരുനീണത്താൽ എന്നെ വാങ്ങിയവൻ എൻ ഹൃദയത്തിൽ വസിക്കുന്നതാ. പ്രാണന്റെ ഉടയവനേ, പ്രാണൻ നിൻ കയ്യിലല്ലേ, സന്ദേഹമെന്തിനു സോദരരേ, നീ നിനക്കുള്ളതല്ലല്ലോ. നദി നിന്നെ കവിയില്ല സോദരരേ, എരുതി അണഞ്ഞിടും വൻ ശക്തിയാൽ, അലറുന്ന സിംഹങ്ങൾ മിണ്ടാതെയായി തീർന്നിടും അതിബലം നിന്നുള്ളിലേ. ചുഴലിക്കൊടുങ്കാറ്റതോ വൻതീരമാലകളെ പടകിനോടടുക്കുവാൻ കഴിവതില്ല, എന്നായകൻ യേശുണ്ട്, എന്നായകൻ യേശുണ്ട്. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. ഇന്ന് ധൈര്യത്തോടെ യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ വിളിച്ചു പറയണം, എൻ്റെ പ്രാണൻ്റെ ഉടയവൻ യേശുവാണ്. അതുകൊണ്ട് എനിക്ക് ഒരു വിധത്തിലുള്ള ഒരാശയക്കുഴപ്പമില്ല. കാര്യം രോഗത്തോട് ഞാൻ കൽപ്പിക്കുന്നു, നിന്നെ എൻ്റെ മുമ്പിൽ മടക്കാൻ ഞാൻ കൽപ്പിക്കുന്നു. കാര്യം എൻ്റെ മുമ്പിൽ വരുന്ന വിഷയങ്ങളോടെല്ലാം ഞാനിന്ന് കൽപ്പിക്കുകയാണ്. കാര്യം എൻ്റെ ഉള്ളിൽ ദൈവം ഒരു അതിബലം വെച്ചിരിക്കുകയാണ്. മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് ദൈവവചനം പറയുമ്പോൾ, നിങ്ങളെ സൗഖ്യമാക്കേണ്ടതിന്, എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കേണ്ടതിന് നാം യേശുവിനെ സ്വീകരിച്ചപ്പോൾ നമ്മുടെ അകത്ത് ക്രിസ്തു വന്ന് വാസമെടുക്കുകയാണ്. ദൈവവചനം പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നത് നിങ്ങളെ തകർത്ത് കളയാൻ, എന്നെ തകർത്ത് കളയാൻ പിശാചിന് കഴിയുകയില്ല. അപ്പം പിന്നെ ഭയം കൊണ്ടുവരുന്നതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങൾ ഭയപ്പെടുത്തുകയാണ് പിശാച്. ഇന്നെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അതുകൊണ്ട് പറയാം, നിങ്ങളെ രോഗത്തിനോ ഒരു വിഷയത്തിനോ തകർത്ത് കളയാൻ കഴിയാതെ വണ്ണം നിങ്ങളുടെ അകത്ത് നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ഒരു അതിബലം, അതിശക്തി, ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളിൽ വസിക്കുന്നു എന്ന് മറന്നു പോകരുത്. പുറപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ അതിൻ്റെ 23-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിൻ്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ഇവിടെ പറയുകയാണ്, 2-3 വാഗ്ദത്തങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഞാൻ ദൈവമായ യഹോവയാണ്, എന്നെ നിങ്ങൾ സേവിക്കണം, ദൈവത്തെ സേവിക്കണം, ദൈവത്തെ സ്നേഹിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നത്, അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഭക്ഷണവും പാനീയവും നിൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ അനുഗ്രഹത്തെ അനുഗ്രഹിക്കും. അതുമാത്രമല്ല, രോഗങ്ങളെ നിങ്ങളുടെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. അപ്പം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മറന്നു പോകരുത്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. യേശുവിനെ അയച്ചത് തന്നെ നമ്മെ അനുഗ്രഹിക്കേണ്ടതിനാണെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഏതൊക്കെ വിധത്തിലാണ് നമ്മളെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. നമ്മൾ കഴിക്കുന്ന ആഹാരത്തെയും നമ്മൾ കുടിക്കുന്ന വെള്ളത്തെയും നമ്മുടെ അനുഗ്രഹങ്ങളെയും, ഭൗതികമായ അനുഗ്രഹങ്ങൾ, അതിനെക്കുറിച്ച് ആ വാഗ്ദത്തത്തിൽ പറഞ്ഞു. അപ്പോൾ തന്നെ ശരീരത്തിൽ സൗഖ്യം തരും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നടുവിൽ നിന്ന് തന്നെ രോഗത്തെ മാറ്റിക്കളയും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾ നാമയും പറഞ്ഞ് ഏറ്റെടുക്കണം. നിങ്ങളുടെ നടുവിൽ നിന്ന് രോഗത്തെ അവൻ മാറ്റിക്കളയും. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? പലപ്പോഴും നമ്മുടെ തെറ്റായ ധാരണ ദൈവം നമുക്ക് രോഗം തരുന്നുവെന്ന്.
യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ നൽകാൻ മടിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെയും നന്മകളെയൊക്കെ എത്ര അധികമായി കൊടുക്കുമെന്ന അല്ലേ? നിങ്ങൾ മകൻ ഒരാളോട് അപ്പം വന്ന് ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ, തേളിനെ കൊടുക്കുമോ? ദോഷികളായ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിൽ ഒരു കാര്യം മറന്നുപോയി, സ്വർഗസ്ഥനായ പിതാവ് ദൈവം നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചെന്നുള്ള ഒറ്റ കാരണത്താൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നന്മ മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. തിന്മ ചെയ്യുന്ന ദൈവമല്ല. നദി നിന്റെ മീതെ കവിയത്തില്ല. വലിയ തീച്ചൂളയുടെ നടുവിൽ കൂടെ പോയാലും തീ നിന്നെ വെന്ത് കളയത്തക്കോണം അത് നിന്നെ നശിപ്പിക്കത്തില്ല. കാരണം അഗ്നിജാലയ്ക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിന്റെ അകത്തൊരു അതിബലം ദൈവം മഹത്വം ഇരിപ്പുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിരിക്കുന്നു. ലോകത്തെ ജയിച്ചവൻ നിങ്ങളുടെ അകത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ അകത്തിരിക്കുന്ന കർത്താവ് നിങ്ങളുടെ ശരീരത്തെ സൗഖ്യമാക്കാൻ കഴിവുള്ള കർത്താവാണ്. ഇവിടെ പറയുകയാണ്, യേശു കർത്താവ് ഈ പ്രപഞ്ചത്തിൽ വന്നപ്പോൾ, ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, പിതാവിൻ്റെ മടിയിൽ നിന്ന് ഏകജാതനായ പുത്രൻ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശു ക്രിസ്തു ചെയ്തത് എന്താണോ അതാണ് പിതാവ് ചെയ്യുന്നത്. യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിതാവ് എന്താ ചെയ്യുന്നത്? പിതാവാം ദൈവം എന്താ ചെയ്യുന്നത്? അതാണ് യേശു ഇവിടെ ചെയ്തത്. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ ചെയ്ത അത്ഭുതങ്ങൾ ചിലത് ശുദ്ധ വേദോത്സവത്തിൽ വളരെ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. ആ അത്ഭുതങ്ങളെല്ലാം എഴുതിയാൽ തന്നെ പുസ്തകം വെച്ചേക്കാൻ പറ്റും. ലോകത്തിൽ വെക്കാം. അതുപോലെ അത്ഭുതങ്ങൾ യേശു ചെയ്തു. ഇന്നും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇന്നും ഈ സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, അനുഗ്രഹമുണ്ട്. വിശ്വസിക്കാം. ഇവിടെ പറയാണ്, പ്രകൃതിയുടെ മേൽ യേശു അധികാരം ചെയ്തിട്ട് വെള്ളത്തെ വീഞ്ഞാക്കുന്നു. മീൻപിടുത്തം, പെരുത്ത മീൻകൂട്ടത്തെ ശിഷ്യന്മാരുടെ മുമ്പിൽ കൊണ്ടിരുന്നത്, അപ്പത്തെ പല മടങ്ങായി വർദ്ധിപ്പിക്കുന്നത്, വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നത്, അങ്ങനെ പല കാര്യങ്ങൾ. ദുരാത്മാക്കളുടെ മേലുള്ള അധികാരം കർത്താവ് അശുദ്ധാത്മാവ് ബാധിച്ചവനെ പള്ളി വെച്ച് സൗഖ്യമാക്കുന്നതും കുരുടനും ഊമനുമായ ഊമകസ്ഥനെ സൗഖ്യമാക്കുന്നതും. അപ്പോൾ തന്നെ ഇന്ന് നമ്മൾ പറയുന്ന രോഗത്തിൻ്റെ മേലും ശാരീരിക ബലഹീനതയുടെ മേലും യേശു അധികാരം രോഗങ്ങളെ നീക്കിക്കളയും നിങ്ങളുടെ നടുവിൽ. അവിടെ പറയാണ്, പത്രോസിൻ്റെ അമ്മായിമ്മയ്ക്ക് പനി വന്നപ്പോൾ സൗഖ്യമാക്കുന്നു, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു, ശതാധിപനദാസനെ 38 വർഷം രോഗം പിടിച്ചു കിടന്നവനെ കുരുടനെ കാണുമാറാക്കുന്നു, ചെകിടനെ കേൾക്കുമാറാക്കുന്നു, പക്ഷപാതക്കാരനെ വരണ്ട കൈയുള്ള മനുഷ്യനെ, ഇവരെല്ലാം യേശു സൗഖ്യമാക്കുകയാണ് ചെയ്യുന്നത്. ഒരാളെപ്പോലും രോഗം കൊടുക്കുകയല്ല ചെയ്യുന്നത്. മുഴുവൻ പേർക്കും സൗഖ്യദായകനായി യേശു മാറുകയാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മറന്നു പോകരുത്. ഇത് നിങ്ങളോടും എന്നോടുമുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിക്കുക, ദൈവത്തെ മുറുകെ പിടിക്കുക, കർത്താവിൽ ആശ്രയിക്കുക. അതാ പറയുന്നത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇവിടെ എന്തൊക്കെയാണ്? അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഒന്ന്. പിന്നെ രോഗങ്ങളെ നടുവിൽ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഭക്ഷണവും പാനീയത്തിനും ഒന്നും ഒരു കുറവ് വരത്തില്ല. അത് മാത്രമല്ല, അത് ഭൗതിക നന്മയെക്കുറിച്ച് പറയാണ്. അപ്പോൾ തന്നെ രോഗങ്ങളെ നിങ്ങളുടെ നടുവിൽ നീക്കളെ. ഇത് ആമീൻ പറഞ്ഞിട്ടെടുത്താട്ട് രോഗികളായി എന്നെ കേൾക്കുന്നവർ, രോഗങ്ങൾ നിങ്ങളുടെ നടുവിൽ നീങ്ങിപ്പോകുന്ന കണ്ട് വിശ്വസിച്ചായിട്ട് പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എന്നെ ഇന്ന് രോഗത്തിൻ്റെ ഭാരത്താൽ വിഷയങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ, കർത്താവെ, ചില മെഡിസിൻസൊക്കെ ചെയ്തിട്ടും സൗഖ്യത്തിലേക്ക് വരാതെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ അടിപ്പിണരാൽ ഇവർ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവിൽ നിന്ന് ഈ വചനത്താൽ ഇവരുടെ നടുവിൽ നിന്ന്, ഇവരുടെ ഭവനത്തിൽ നിന്ന് രോഗത്തെ നീക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. സകല മഹത്വവർക്കപ്പെട്ട കുഞ്ഞാടിന് തന്നെ സമർപ്പിക്കുന്നു യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. രോഗമേ എന്നുള്ളിൽ യേശുവുണ്ട്, നിൻമുട്ടുമടക്കുവാൻ കൽപ്പിക്കുന്നു. കടഭാരമേ നീ എന്നെ തൊടുകയില്ല, യേശുവിൻ രക്തമെന്നാശ്രയം, രക്തമെൻ മറവിടമേ, രക്തമെൻ കോട്ടയുമേ. തിരുനീണത്താൽ എന്നെ വാങ്ങിയവൻ എൻ ഹൃദയത്തിൽ വസിക്കുന്നതാ. പ്രാണന്റെ ഉടയവനേ, പ്രാണൻ നിൻ കയ്യിലല്ലേ, സന്ദേഹമെന്തിനു സോദരരെ, നീ നിനക്കുള്ളതല്ലല്ലോ.